ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലായിട്ടുള്ള ബദാം ഹൽവ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്കൊരു 1/4 മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ളൊരു ഹൽവയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സിമ്പിളായിട്ട് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ബദാം ഒരു അരമണിക്കൂർ മുന്നേ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്നൊരു പേസ്റ്റ് രൂപത്തിലാക്കി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാൽ, അതായത് 1 കപ്പ് ബദാമിന് 1/2 കപ്പ് പാൽ ചേർത്തിട്ട് നന്നായിട്ട് തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രൂപത്തിൽ ഞാൻ നന്നായിട്ട് ഇത് ഫൈനായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ ഒരു ബദാം ഹൽവ റെഡിയാക്കാനായിട്ടുള്ള ഒരു അടികട്ടിയുള്ള ഒരു പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഈ അരച്ച് വെച്ച ബദാം ചേർത്ത് കൊടുക്കണം. ബദാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ. ഇപ്പം ഞാനിവിടെ ബദാമും ഗീയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാകുന്ന സമയത്ത് പഞ്ചസാരയൊക്കെ മെൽട്ടായി വരും, ചെറുതായിട്ടൊരു ലിക്വിഡ് ഫോം ആയിട്ട് വരും. ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ പഞ്ചസാര മെൽട്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ലിക്വിഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സാഫ്രോൺ ചേർത്ത് കൊടുക്കണം, അതായത് കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പാലിൽ കുറച്ച് നേരത്തെ ഒരു 10 മിനിറ്റ് മുന്നേ ഒന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു യെലോയിഷ് കളറായിട്ട് കിട്ടിയിട്ടുള്ളത്. കുറച്ച് മുന്നേ നമ്മൾ ബദാം റെഡിയാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ആയിട്ടൊന്ന് കുതിർത്ത് വെച്ച് നമുക്ക് നല്ല കളറായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സാഫ്രോൺ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കാണ്ട് നിൽക്കൊന്നും വേണ്ട, തയ്യാറായിക്കോളും. പക്ഷേ ചെറുതായിട്ട് ആ ഒരു സാഫ്രോണിൻ്റെ ഫ്ലേവറും കൂടി ഉണ്ടാക്കിയാലാണ് കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു യെലോയിഷ് കളർ കൊണ്ടാണ് ബദാം ഹൽവക്ക് നല്ലൊരു കളറും കിട്ടണമെങ്കിൽ ഈ ഒരു സാഫ്രോൺ ചേർത്ത് കൊടുക്കണം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്തിട്ട് തയ്യാറാക്കുകയും ചെയ്യാം. പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഒരു സാഫ്രോണിലാണ്. എങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടും നോക്കുക കേട്ടോ. ഇപ്പം ഞാൻ കണ്ടില്ല, സാഫ്രോൺ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. കാരണം സാഫ്രോണിൽ കുറച്ച് പാലൊഴിച്ച് കൊടുത്തതുകൊണ്ട് കുറച്ച് ലിക്വിഡായിട്ടാണ് കിട്ടുക. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എന്നിട്ട് ഈ പാലും ഒന്ന് ചെറുതായിട്ട് വറ്റി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിന് മുന്നേ ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാരറ്റ് ഹൽവ ഈ ഒരു ബദാം ഹൽവയും കമ്പയർ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ബദാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി കൂടിയാണ്. കാരണം ആ ഒരു ക്യാരറ്റ് ഹൽവയുടെ അത്ര കാര്യങ്ങളൊന്നും ഇതിന് വേണ്ട. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിരിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ ഒരു ഹൽവയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക, ഒരു പിഞ്ചുപ്പ് അത് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ഗീ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഗീ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മിക്സിൽ മെൽട്ടാവുന്ന രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സമയത്ത് നന്നായിട്ട് ഇപ്പം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ബദാം ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സാഫ്രോൺ കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബദാം ഹൽവ റെഡിയാക്കാതിരിക്കണ്ട കേട്ടോ. സാഫ്രോൺ ഇല്ലാതെ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് തയ്യാറാക്കാം. പക്ഷേ സാഫ്രോൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും ഇതിന് കേട്ടോ.
അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹൽവയിൽ ഡയറക്റ്റ് നമ്മൾ നട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ഇത് ബൗളിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള ഏത് നട്ട്സ്, ഏത് ടൈപ്പായാലും ഏത് നട്ട്സായാലും ഒന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള നട്ട്സ് ഇതുപോലെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇളക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാണ് കൂടുതൽ ടേസ്റ്റ് ഇതിനുണ്ട് ഉണ്ടാകുക. അല്ലാതെ നമ്മൾ റെഡിയാക്കുന്ന ടൈമിൽ നട്ട്സ് ഇടേണ്ട ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ബദാം ഹൽവയുടെ സിമ്പിളായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.